സ്വാതി ആ എന്തു പറ്റിയടി? മുഖം കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ. എന്തു പറ്റിയടി? എടി അവക്ക് ഇങ്ങോട്ട് വരാനല്ലേ സമയമില്ലാത്തുള്ളൂ. ബാംഗ്ലൂർ കറങ്ങി നടക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എന്നെ ചെന്നൈയിൽ നിന്ന് റിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ദിവ്യയും തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയാൻ. ഞാനിപ്പോൾ അവളെ വിളിക്കാറില്ല, നമ്മൾ നാട്ടിൽ പോവാറില്ല. ഞാനെന്തോ ചേട്ടനെ സാരിത്തുമ്പ് കെട്ടിയിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവളുടെ ചേട്ടന്റെ ഭാര്യയല്ലേ. അത്രേ ഉള്ളോ? ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം. നീ ഒന്ന് റെഡിയാവും, നമുക്ക് പാർട്ടിക്ക് പോവാം. ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ അവിടെ ഒരുങ്ങി കെട്ടി വന്നിക്കാൻ. സ്വാതി പ്ലീസ്, ആനുവൽ ഡേ ഫംഗ്ഷനാണ്. ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പറയാതിരുന്നതാ. സർപ്രൈസ് അനിയത്തി വന്ന് തന്നല്ലോ. സർപ്രൈസ് എല്ലാവരും നിന്നെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവരോടൊക്കെ എന്തു പറയും? ഞാൻ വരുന്നില്ല, അത് തന്നെ. നീ വരാതെ പിന്നെ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോവും? എങ്ങനെയാലും പോ. ഈ ദിവ്യയുടെ ഒരു കാര്യം, ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ. നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതിനൊന്നിനും പോരായിട്ട് അതിൻ്റെ ഇടയിലുള്ള അലമാരയും കൂടെ. ഇനി എന്റെ അലമാരിൽ എന്തെങ്കിലും വെക്കാനും ഇങ്ങോട്ട് വാ. കാണിച്ചു തരാം ഞാൻ. ഓ ദൈവമേ, കൈയും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടി രക്ഷപ്പെടാമായിരുന്നു. പ്രസാദേ, ഞാൻ വരുന്നില്ലടാ. ഒന്നുമില്ല, സ്വാതിക്കൊരു തലവേദന. ഓക്കെ ശരി. എന്നാ ശരി, ഞാൻ പോയിട്ട് വിളിക്കാം. ഹലോ. ആ പറയടാ. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലണം ഡോക്യുമെന്റ്സ് ആയിട്ട്. ആ നാളെയോ? അതെ 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 അതെ, വക്കീൽ വിളിച്ചിരുന്നു. ഓക്കെ. നാളെ കാലത്ത് ഹിയറിംഗ് ഉണ്ടെന്ന് സ്റ്റേഷനിൽ. ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് നാളെ 10 മണിക്ക് എത്തണം രാവിലെ. അതിനെന്താ 10 മണിക്ക് അതിർത്ത് പോലീസ് സ്റ്റേഷൻ ചെല്ലാന്ന് പറ. നാളെ 10 മണിക്ക്. ഇനി എന്റെ അലമാരിൽ എന്തെങ്കിലും വെക്കാനും ഇങ്ങോട്ട് വാ. ഇല്ല. നീ വിഷമിക്കില്ലേ, നമുക്ക് പുതിയ അലമാര വാങ്ങിക്കാം. എടാ, പുതിയ അലമാര മേടിച്ച അതിനകത്ത് ഡോക്യുമെന്റ്സ് കാണോ? അതില്ല. പിന്നെ ഇവിടെ ഒന്ന് മേടിച്ചതിന്റെ തന്നെ പ്രശ്നം തീർന്നിട്ടില്ല. അതിന്റെ ഇടയില പുതിയൊരു അലമാര. എന്നാ പിന്നെ നമുക്കിത് കുത്തി പൊളിച്ചൂടെ? എന്നാ പൊളിക്ക്. അരുണേ, നീ പറഞ്ഞില്ലാതെ വേണം, ഞാൻ കുത്തി പൊളിക്കാൻ പോവാ. എന്നാ പോയി കുത്തിപ്പൊളിക്ക്. അല്ലെങ്കിൽ തന്നെ ഈ അലമാര പ്രശ്നമാണ്. ഇനി നീ കുടുംബാല ഉണ്ടാക്കല്ലേ.